നമസ്തേ കവാജി. നമസ്കാരം. ഏതായാലും ഇന്ത്യ ലൈവിൻ്റെ ഫ്ലോറിലേക്ക് വന്നതിൽ സന്തോഷം. ഞങ്ങൾക്ക് അങ്ങേപോലെ മുതിർന്ന ഒരു പ്രചാരകൻ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. കവാ സുരേന്ദ്രനെ അറിയാത്തവർ കേരളത്തിൽ ഈ പറയുന്ന പോലെ സംഘപ്രസ്ഥാനങ്ങളുമൊക്കെ ബന്ധപ്പെട്ട ആരുമില്ല. അതുകൊണ്ടൊരു മുഖവരയുടെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് അങ്ങേ കിട്ടിയപ്പോൾ എനിക്ക് ഇന്ന് പ്രധാനപ്പെട്ടൊരു വാർത്തയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വാർത്ത ശബരിമല കൊള്ളയെക്കുറിച്ച് SIT ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് വാർത്ത വരുന്നു. അതായത് ശബരിമലയിലെ സകലതും സ്വർണം പൂശിയ മേൽക്കൂര ഉൾപ്പെടെ സകലതും എന്ന് പറയുമ്പോൾ അയ്യപ്പൻ്റെ വിഗ്രഹം ഉൾപ്പെടെയാണ് സകലതും കൊണ്ടുപോകാനുള്ള ഗൂഢാലോചനയാണ് ഗോവർദ്ധനും പോറ്റിയും ഭണ്ഡാരിയും ചേർന്ന് നടന്നത്. 3 പേരാണ് ഗൂഢാലോചനക്കാർ. അപ്പോൾ മറ്റുള്ളവരെ ഒഴിവാക്കിയോ എന്നൊരു സംശയമുണ്ട്. ഇങ്ങനെയൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിഷയം പോലും ശബരിമല കൊള്ളയാണ്. പക്ഷേ പലരും പറയുന്നുണ്ട് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതിൽ വല്ല കാര്യമുണ്ടോ? അതിന് അത്ര കാര്യം ഉണ്ടാവില്ല. പിന്നെ 2-3 മറുവശവും ഉണ്ട്. അത് അങ്ങനെ ഒരു ധാരണ വരാനോ അല്ലാത്ത അത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാകാനോ എനിക്കൊന്ന് ആളുകൾ ശബരിമല പ്രക്ഷോഭമായിട്ട് യുവതി താരതമ്യം ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ വരാത്തത്. അന്ന് അതൊരു പ്രകോപനമായിരുന്നു. കേറ്റില്ല എന്നുള്ള ഒരു പരസ്പരം വെല്ലുവിളിയുടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത്തരം ഒരു വെല്ലുവിളിയല്ല നിലനിൽക്കുന്നത്. ഈ പറഞ്ഞ കൊള്ളയും ഭീഷണിയും ഒരു വശത്ത് നിൽക്കുന്നെങ്കിലും ബലപ്രയോഗത്തിലുള്ള 2 പേരെ അല്ലെങ്കിൽ കയറ്റുന്നതുമായിട്ട് അങ്ങനത്തെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഒരു വിഷയം ടെൻഷൻ ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു ആകാംക്ഷയും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ മുറിവേൽക്കുന്നു എന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഇതങ്ങനെ ഇല്ല എന്നുള്ളതല്ല. അതിലുപരി വേറെ 2-3 കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, ഇതിപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഈ അഴിമതി കേസുകൾ കേൾക്കുകയാണല്ലോ. കേട്ട് ഇതൊരു ഒരേ കാര്യം ഒത്തിരി തവണ കേൾക്കുമ്പോൾ വാർത്തയല്ലാണ്ടാവും, അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടുക. ഇതിങ്ങനെയൊക്കെ പോകുള്ളൂ എന്നുള്ളൊരു മാനസികമായ ഒരു പിന്നാക്കം പോകലിൻ്റെ ഒരു സാഹചര്യം ഉണ്ട്. അത് ഒരു ചെറിയ ഘടകമായിരിക്കാം. എത്ര നാളായിട്ട് ഇത് കേൾക്കുന്നു. അപ്പം ഇതിപ്പോൾ ഒരു വിശേഷാലുള്ള ഒരു കാര്യമല്ല എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിലുണ്ടാവും. അതിലുപരി ഹിന്ദു സംഘടനകളെ സംബന്ധിച്ചും അതുമല്ല. പൊതുവെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് ഈ നിയമകാര്യങ്ങളെ അനുസരിക്കുന്നൊരു മാനസികാവസ്ഥയാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തിൽ എവിടെ നോക്കിയാലും നിയമലംഘനം എന്നുള്ളതൊരു ഹൈന്ദവ മനസ്സല്ല. മറ്റ് ഈ സംഘടിത തീവ്ര മതവിഭാഗങ്ങളോ സംഘടനകളോ ഒക്കെ എപ്പോഴും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ വളർന്നു വരുന്നത് അവരെപ്പോഴും നിയമത്തെ നിയമം ലംഘിക്കാനുള്ളതാണ്, ആചാരം ലംഘിക്കാനുള്ളതാണ്. ഇങ്ങനെ എപ്പോഴും നിഷേധാത്മകമായ ഒരു കൾച്ചറിൻ്റെ ബേസിൽ വളർന്നു വരുന്ന മതങ്ങളോ വിശ്വാസങ്ങളോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ ഒക്കെ എപ്പോഴും പ്രകോപനം ഉണ്ടാക്കാനും സംഘർഷം സൃഷ്ടിക്കാനും ആയിരിക്കും താല്പര്യം. ഉണ്ടായില്ലെങ്കിൽ കൃത്രിമമായിട്ട് അവരുണ്ടാക്കും. അത് വേറെ ചരിത്രമുണ്ട്. അതാണ് അവരുടെ ഊർജ്ജം. അതാണ്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ, ഇപ്പോൾ രക്തസാക്ഷി കിട്ടിയില്ലെങ്കിൽ പാർട്ടിക്ക് നിലനിൽപ്പില്ല, കമ്മ്യൂണിസത്തിന് നിലനിൽപ്പില്ല. അത്തരം ഞാനത് വിശദീകരിക്കുന്നില്ല, കാരണം അത് ഒത്തിരി ഉദാഹരണം വേണം പറയാനുണ്ട്. ഇപ്പം ഈവൻ തൊഴിലാളി ദിനം ഉണ്ടായത് പോലും പോലീസിനെയാണ് ആദ്യം കൊന്നത്, എന്നിട്ട് ചിക്കാഗോയിലെ ചോര എന്ന് പറയുകയും ചെയ്യും. കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ ചരിത്രം എടുത്തോളൂ, എല്ലാം അങ്ങനെ. ഇപ്പം ഈ കയ്യൂര് കരിവള്ളൂർ എന്നൊക്കെ പറയുന്ന വയലാറും ഒക്കെ ആദ്യം ഒരു പോലീസുകാരെ കൊല്ലുക ചെയ്യും. അപ്പോൾ പ്രകോപനം ഉണ്ടായി, വെടിവെപ്പ് ഉണ്ടാവുന്നു, രക്തസാക്ഷികളെ കിട്ടുന്നു, പിന്നെ കുറേ കാലത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ള ഊർജ്ജമായി. ചോര കുടിച്ച അട്ടയാണ്, ചോര കുടിക്കുന്ന അട്ടയാണ് ഇത്തരം ആശയങ്ങൾ. അത് മതമായാലും ശരി, പ്രത്യയശാസ്ത്രമാണെങ്കിലും ഈ മനസ്സുകൊണ്ട് നടക്കുന്ന, ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ ഉദ്ദേശിച്ചിട്ടില്ല, കാരണം ആ മാനസികാവസ്ഥ ഉള്ളത് കൊണ്ട് അവർക്കെപ്പോഴും പ്രകോപനവും സംഘർഷമായിരിക്കും ഇഷ്ടം. ഹിന്ദു മനസ്സെന്ന് പറയുന്നത് പൊതുവേ അങ്ങനല്ല. ഒന്ന്, അവരുടെ ഹിന്ദു ഒരു കൾച്ചറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഈ പാരസ്പര്യത്തിൻ്റെ ഒരു കൾച്ചറാണ് ഉള്ളത്. അത് പാരമ്പര്യമായി വീടുകളിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും മതങ്ങളിൽ നിന്നും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരം ഇഷ്യൂസ് വരുമ്പോൾ മറ്റ് ഈ തീവ്രവാദ സംഘടനകളോ ചെയ്യുന്നത് പോലെ ചാടിപ്പുറപ്പെട്ടൊരു കലാപം ഉണ്ടാക്കാത്തത് അതുകൊണ്ടാണ്. എൻ്റെ ഒരു റീഡിങ് അതാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതിയാണ്. ഒരു സ്പെഷ്യൽ അന്വേഷണ ടീമിനെ പ്രഖ്യാപിച്ച് നടത്തുന്നു. അപ്പം ഈ കോടതിയോടും നിയമവിഭാഗങ്ങളോടുമുള്ള ഒരു വിശ്വാസ്യതയുണ്ട് ഹിന്ദു സമൂഹത്തിന് പ്രത്യേകിച്ച്. ഇപ്പോൾ കോടതി എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടല്ലോ. അത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, നമ്മൾ നേരിട്ട് നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം കോടതി വരട്ടെ, കോടതി തീരുമാനിക്കട്ടെ. ഇപ്പോൾ തീരുമാനിക്കുന്നത് തീരെ പറ്റാത്തതാണെങ്കിൽ അപ്പോൾ ആലോചിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നിയമത്തോടും കോടതിയോടും ഒക്കെയുള്ളൊരു വിശ്വാസ്യതയും പ്രതീക്ഷയും ഹിന്ദു സമൂഹത്തിനും മറ്റിതര സമൂഹങ്ങളെ സംബന്ധിച്ച് അധികമായിട്ടുണ്ട്. പക്ഷേ അത് ഈ മറ്റ് ശക്തികൾ അത് മുതലെടുക്കും.
അല്ല, അത്തരം മുതലെടുപ്പാണല്ലോ ഈ 100 കൊല്ലത്തിലേറെയായിട്ട് 100-150 കൊല്ലമായിട്ട് ഭാരതം അനുഭവിച്ചുകൊണ്ടിരിക്കും. ഭാരതം വിഭജിച്ച് പോയതൊക്കെ ഈ മുതലെടുപ്പിൽ നിന്നാണ്. ഇപ്പോഴും ഭാരതത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ പല പ്രദേശങ്ങളിലും വടക്കുകിഴക്കും പ്രദേശങ്ങളിലൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ മുതലെടുപ്പിൻ്റെ പ്രതിഫലനങ്ങളാണ്. പക്ഷേ ധർമ്മം സംരക്ഷിക്കാൻ ആയുധം എടുക്കാമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിനെക്കുറിച്ച് ഈ ആയുധം എടുക്കാൻ പറയുമ്പം യുദ്ധക്കളത്തിൽ നിൽക്കുന്നവരോടാണ് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. കലപ്പയേന്ത്യ കർഷകനോടല്ല ഭഗവാൻ നീ യുദ്ധം ചെയ്യ് എന്ന് പറഞ്ഞത്. പാഠശാലയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനോടല്ല നീ യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. യുദ്ധക്കളത്തിൽ നിൽക്കുന്നവനോട് യുദ്ധം ചെയ്യണം എന്നാണ് പറയേണ്ടത്. അവനോട് നീ, അതുകൊണ്ടാണ് അർജുനൻ ഞാൻ ഭിക്ഷ എടുത്തോളാം എന്ന് പറഞ്ഞപ്പം അത് നിന്റെ പണിയല്ല. അതെ അതെ. അല്ലെങ്കിൽ നീ ആദ്യം തൊട്ടേ അത്രക്കാരനായിരിക്കണമായിരുന്നു. നീ യോദ്ധാവാണ്. ഇവരെല്ലാം യുദ്ധം നടത്തി പരാജയപ്പെടുത്തി പലായനം ചെയ്യിച്ചിട്ടുണ്ട്. ഇപ്പം നീ അത് മാറ്റി പറയുന്നുവെങ്കിൽ വേറെ കാരണമായിരിക്കും. അല്ലെങ്കിൽ നിൻ്റെ ഉള്ളിൽ ഈ യോദ്ധാവ് എന്നുള്ളൊരു മനോഭാവം ഇല്ലായിരുന്നെങ്കിൽ നീ ആദ്യം തൊട്ട ഈ പണിക്ക് നടക്കില്ലായിരുന്നല്ലോ. അപ്പോൾ നിൻ്റെ പ്രകൃതം അതാണ്, നിൻ്റെ ദൗത്യവും ഉത്തരവാദിത്വം അതാണ്. അതുകൊണ്ടാണ് ആയുധം എടുക്കുന്നത്. സാമാന്യ ജനം ഇപ്പോൾ ഭരണവ്യവസ്ഥയുള്ള നിയമവ്യവസ്ഥയുള്ള ഒരു സമൂഹത്തിൽ ആയുധമെടുക്കുക, നിയമം കയ്യിലെടുക്കുക എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിന് തന്നെ എതിരെ അനാർക്കിസമാണ്. അങ്ങനെയാണല്ലോ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതും വളർന്നു വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സംഘത്തിൻ്റെ നിലപാട് പറഞ്ഞാൽ പോലും ഒരിക്കലും നിയമലംഘനങ്ങളിലൂടെയല്ല. ഇപ്പോൾ അടിയന്തരാവസ്ഥ ഉണ്ടായപ്പോഴൊക്കെ സമരമാണ് നടത്തിയത്. സമരം നടത്തി അടി ഏറ്റുവാങ്ങുകയാണ്. ഇപ്പോഴും അല്ല. വേണമെങ്കിൽ തോക്കെടുത്തിട്ട് പോലീസുകാരെയൊക്കെ കൊല്ലാം. എന്തുകൊണ്ടത് ചെയ്തില്ല? കാരണം ഒരു ഭരണഘടനയും വ്യവസ്ഥയുണ്ട്. അതിനെ തൽക്കാലം അട്ടിമറിച്ചിട്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് ഭരണഘടനയെയോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയെയോ സാമൂഹിക വ്യവസ്ഥകളെ അട്ടിമറിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഒരു ഹൈന്ദവ മനസ്സ് പണ്ടുകാലം തൊട്ടേ. അതുകൊണ്ടാണ് ഈ ആചാരങ്ങളെ പോലും ആചാര പരിഷ്കരണമാണ്. ആചാരത്തിനെ എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് കളയുകയല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി അടക്കം പറയുന്നുണ്ടല്ലോ, ആചാര ലംഘനമാണ് ഗുരുദേവനടക്കം നടത്തിയത്. ലംഘനമല്ല, പരിഷ്കരണമാണ്. അപ്പോൾ അത് വേറൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. വേറൊരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഹൈന്ദവ മനസ്സ് ഈ നിയമത്തോട്, ഭരണഘടനയോട്, നീതിന്യായ വ്യവസ്ഥയോട് പൊതുവെ അതിൽ വിശ്വാസ്യതയുള്ളത് കൊണ്ട് ആ വിശ്വാസം ഇപ്പോൾ കോടതി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ഇത് സത്യം കണ്ടെത്തും, കൊള്ള പുറത്തു കൊണ്ടുവരും, പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയിലാണ്. അങ്ങനെ അല്ലായിരുന്നു എന്നിരിക്കട്ടെ, അങ്ങനെ കോടതി ഇടപെടുകയൊന്നുമില്ല. പെട്ടെന്നൊരു വിഷയം പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും അന്നത്തെ പോലെ തന്നെ ഹൈന്ദവ സമൂഹവും സംഘടനകളും ഇറങ്ങിപ്പുറപ്പെടുമായിരുന്നു. അങ്ങനെ ഒരു വലിയ പ്രക്ഷോഭത്തിന് ഇറങ്ങാത്തത് അല്ല. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ നമ്മൾ ഈ വിവാദമായ തമിഴ്നാട്ടിലെ തിരുപ്പറംകുന്றம், അത് ഇന്ന് ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ശരിയാണ്, അവിടുത്തെ ദീപത്തൂണ് ഹിന്ദുക്കളുടെ ആണ്, അവിടെ ദീപം കൊളുത്തിയാൽ ഒന്നും സംഭവിക്കാവുന്നില്ല, മുസ്ലിങ്ങൾക്ക് എന്താണ് പ്രശ്നം, നിങ്ങൾ സർക്കാർ പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്ന് വരെ കോടതി പറഞ്ഞു. അതാണ് സത്യം. കാരണം അതിന് അപ്പോൾ അത് കോടതി എങ്ങനെ പറയും? അല്ലെങ്കിൽ കോടതി ഇതെല്ലാം മേൽക്കോടതി, ആരെങ്കിലും എവിടെയെങ്കിലും ഒരു നീതി കിട്ടും എന്നുള്ള നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് സത്യത്തിലൊരു നല്ല സമൂഹത്തിന് ചേർന്നതല്ല. പ്രത്യേകിച്ചും വ്യവസ്ഥാപിതമായ ഭരണമുള്ള ഒരു സമൂഹത്തിന് അത് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് പിന്നെ സർ സി ശങ്കരൻ നായർ എഴുതിയ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഗാന്ധി ആൻഡ് അനാർക്കി എന്നാണ്. അന്നത് ആവശ്യമായിരുന്നു. ഗാന്ധിജിയുടെ ഈ നിയമലംഘന സമരത്തോട് സർ സി ശങ്കരൻ നായർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അത് ചെയ്യരുത്, ഭാവിയിൽ ജനങ്ങൾ നിയമത്തിന് വിധേയമാകാത്തൊരു മാനസികാവസ്ഥ വളർന്നു വരും എന്ന് സർ സി ശങ്കരൻ നായർ പറഞ്ഞിരുന്നു. എന്നതുപോലെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് മാറ്റി പഠിപ്പിച്ചില്ല. ഏത് നിയമലംഘനം നമ്മൾ നിയമവിധേയമല്ലാത്തൊരു സർക്കാരിനോടാണ് ചെയ്തത്. ഇപ്പോൾ നിയമവിധേയമായ ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് ഭരിക്കുന്ന ഒരു സർക്കാരാണുള്ളത്. നിയമം ലംഘിക്കുകയല്ല, നിയമം അനുസരിക്കുകയാണ് വേണ്ടതെന്നാണ് പഠിപ്പിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു കൾച്ചർ ഭാരതത്തിൻ്റെ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിനുള്ളത്. ഹിന്ദു സമൂഹത്തിൽ ഈ സന്ദേശം, ഈ പ്രതിഷേധം മനസ്സിലുണ്ട്, ഉറപ്പായിട്ടും അതുണ്ടല്ലോ. അവരെല്ലാവരും ഇപ്പോൾ സംഘടനകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി അടക്കമുള്ള, വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും അവർ പല കാര്യങ്ങളും പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രതിഷേധമില്ലാത്തത് കൊണ്ടല്ല, പ്രതിഷേധം ഇപ്പോൾ അതൊരു നിശ്ചിതമായ ഒരു വ്യവസ്ഥാപിതമായ അന്വേഷണ ഏജൻസി അതിൽ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെ, CPM-ഉം സർക്കാരും പറയുന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ല, കുറച്ചാളുകളുടെ ഒരു ദുരകൊണ്ടുണ്ട സംഭവിച്ച ഒരു കാര്യമാണ്, അതിനകത്ത് പാർട്ടിക്കും സർക്കാരിനും പങ്കില്ല എന്നൊരു നിലപാടാണ് CPM. പാർട്ടി നേരിട്ട് കൊന്ന ആൾക്കാരെ കുറിച്ച് പോലും അതന്നെയല്ലേ പറയുന്നത്. ഞങ്ങളല്ല, TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു, എല്ലാവരും, KT ജയകൃഷ്ണൻ മാഷ്, കേരളത്തിലെ CPM പ്രതികളായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ അവരാദ്യം ചെയ്യുന്നത് ഞങ്ങളല്ല.
പാർട്ടിക്ക് ഒരു ബന്ധമില്ല. അത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു ആഗോള സ്വഭാവമാണ്. ആദ്യം ആ തള്ളിപ്പറയുക എന്നുള്ളത്, പിന്നെ അല്ലെങ്കിൽ മറ്റൊരാളുടെ തലയിൽ വെക്കും. നിവൃത്തി ഉണ്ടെങ്കിൽ അത് ചെയ്യും. സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അത് തീവ്രവാദികൾ വന്നാണെന്ന് പറഞ്ഞാൽ ഒരു എന്തോ ഒരു അലി എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നല്ലോ, മറ്റേ പിന്നീട് NIA പോയ ഷൗക്കത്ത് അലി. അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു തന്റെ ഇടം കൊണ്ടാണ് പിടിക്കപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കേരള പോലീസ് വിട്ടിട്ട് NIA പോകേണ്ടി വന്നു. കാരണം അത് ഇവരെപ്പോഴും ഈ ചതിയിലൂടെ ആണ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ തലയിൽ ഈ കാര്യങ്ങൾ കെട്ടിവെക്കുക. അത് ഞാൻ പറഞ്ഞ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് കൾച്ചറാണ്. ഇമാതിരിയുള്ള എല്ലാ കൊള്ളരുതായ്മകളും മാനുഷികമായ, സാമൂഹികമായ, നിയമവിരുദ്ധമായ ഇതെല്ലാം അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അത് ഉദ്യോഗസ്ഥന്മാർ, ഏത് ഉദ്യോഗസ്ഥന്മാർ? അങ്ങനെയാണ് പിന്നെ ദേവസ്വം ബോർഡ് എന്തിനാണ്? അതെ, ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്നവരാ സർക്കാരല്ലേ? അങ്ങനെയാണ് അവരെല്ലാം വിട്ടുപോട്ടെ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ മതേതരമാണോ? മതകാര്യങ്ങളൊന്നും ആ സർക്കാരിൻ്റെ വിഷയമല്ല. പക്ഷേ ശബരിമലയെ മാത്രമല്ല, കേരളത്തിലെ ഇപ്പോൾ ചെട്ടികുളങ്ങരയെ കുറിച്ച് വന്നിട്ടുണ്ട്, ഗുരുവായൂരെ കുറിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഈ തരത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയോ ചർച്ചയാകപ്പെടുകയോ ചെയ്തു. എല്ലാം ശബരിമലയിൽ ഒതുങ്ങി നിൽക്കുക. അത് ഒതുക്കി നിർത്തി എന്ന് പറയുന്നത് ശരി. കാരണം ഇത് വന്നാൽ ഇത് ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡ് ഈ ഭരണം, ക്ഷേത്ര ഭരണം രാഷ്ട്രീയക്കാർ നടത്തുമ്പോൾ ആരാണെങ്കിലും അതിപ്പോൾ ഇടതായാലും വലുതായാലും കൊള്ള തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവർക്ക് ഇത് അമ്പലം നന്നാക്കൽ അവരുടെ ലക്ഷ്യമാണ്. മതേതര പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ ലക്ഷ്യമാണോ ക്ഷേത്രങ്ങൾ നന്നാക്കി നടത്തുക എന്നുള്ളത്? അല്ല, അവർക്കൊരിക്കലും ആവാൻ പാടില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് ഭൗതികവാദികളാണ്, നിരീശ്വരവാദികളാണ്. അവരെ സംബന്ധിച്ച് ക്ഷേത്രങ്ങളൊക്കെ നന്നായി നടക്കും, ഭക്തജനങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരണം, എല്ലാവരും നല്ല പ്രഖ്യാപിത ലക്ഷ്യത്തിനെതിരാണ് അല്ലേ? അപ്പോൾ പിന്നെ അവർ ഇത് നന്നാക്കി നടത്തുമെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. പക്ഷെ അതുകൊണ്ട് അടിസ്ഥാനപരമായി ദേവസ്വം ഈ ഭരണം നടത്തുന്നു എന്നുള്ളത് തന്നെ കൊള്ള ചെയ്യാനാണ്. ശബരിമലയുടെ പേരിൽ അഴിമതി മാത്രമല്ല കൊള്ള എന്ന് പറയുന്നത്. ഇപ്പം ഈ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ഇപ്പോൾ പോലീസിങ്ങിൻ്റെ പേരിൽ പണം ഫീസ് ഈടാക്കാമല്ലോ. വാട്ടർ സപ്ലൈയുടെ, ഇലക്ട്രിസിറ്റി, എല്ലാത്തിനും ഫീസ് ഈടാക്കുന്നില്ല. അത് കൊള്ളയല്ലേ? അല്ല, തീർത്ഥാടന കാലത്ത് ബസ് ചാർജ് കൂട്ടും. അപ്പോൾ അത് കൊള്ളയാണ്. കൊള്ളയ്ക്ക് നിയമപരമായ ഒരു മൂടുപടം ഇടുന്നേ ഉള്ളൂ. ഇത് ഇത്രയും കൊള്ള നടത്താൻ വേണ്ടിയാണ് ഈ ക്ഷേത്രം ഇവർ ഭരണം നടത്തുന്നത്. അതല്ലാതെ ഒരിക്കലും ഇത് നന്നാക്കുക എന്നുള്ളതല്ല. സർക്കാരിൻ്റെ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ ഇത് നശിപ്പിക്കുക എന്നുള്ളത് ഹൈന്ദവമായ ഇത്തരം വിശ്വാസങ്ങളെ ദുർബലപ്പെടുത്തുകയും തകർക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ കൊള്ളയടിക്കുക എന്നുള്ളത് മിനിമം ലക്ഷ്യമാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ ഈ ക്ഷേത്രങ്ങളിലെ മുഴുവൻ സമ്പത്തും ഇപ്പോൾ അതിന് കുറച്ചു കാലം മുമ്പ് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ പോയിരുന്നല്ലോ, ഒത്തിരി ആഭരണങ്ങൾ കാണാനില്ല എന്ന് പത്രത്തിൽ വാർത്ത വന്നിരുന്നു. അവിടെ ഇരിക്കുന്നത് എത്രയാണ് ഡ്യൂപ്ലിക്കേറ്റ്, എത്രയാണ് ഒറിജിനൽ ആർക്കറിയാം? വൈക്കത്ത് ഒരിടത്തും ഇത് ഇതുണ്ടാക്കിയിട്ടില്ലല്ലോ. ഒരു ലിസ്റ്റ് ഉണ്ടാക്കണ്ടേ, പരിശോധിച്ച് ഇത് ഒറിജിനലാണോ ഇല്ലയോ എന്ന് അറിയണ്ടേ. അപ്പോൾ അത് ചെയ്യില്ല എന്നുള്ളത് ഇതൊരു സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ എന്ന് പറയുന്നത് മതകാര്യങ്ങളിൽ ഭരണകൂടം ഇടപെടാതിരിക്കുക. മതേതര ഭരണകൂടം എന്ന് പറയുന്നത് മതകാര്യങ്ങളിൽ അവർ ഇടപെടാതിരിക്കുകയും മതസ്ഥാപനങ്ങൾ സർക്കാർ ഭരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായ സൊല്യൂഷൻ. അതല്ലാതെ വേറെ പരിഹാരമില്ല. ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഒന്നല്ല വേറെ തരത്തിൽ. ഇപ്പോൾ വിശ്വാസത്തെ തകർക്കലാണെങ്കിൽ അങ്ങനെ, അതല്ല ക്ഷേത്രത്തെ കൊള്ളയടിക്കലാണെങ്കിൽ അങ്ങനെ, ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട്, ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ചൂഷണം ചെയ്യലാണെങ്കിൽ അങ്ങനെ, ഈ വിശ്വാസികളുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യാൻ പറ്റുന്ന തരത്തിലാണെങ്കിൽ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കും. അത് അവരുടെ പാർട്ടിയുടെ അജണ്ടയാണ്, സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനവും അതാണ്. മതവിരുദ്ധത, വിശേഷിച്ചും ഹിന്ദു വിരുദ്ധത എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഹിന്ദു വിരുദ്ധത അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. കോൺഗ്രസിൻ്റെ തന്നെ ഉറപ്പായിട്ടും അവർക്ക് കോൺഗ്രസിൻ്റെ എന്ന് വെച്ചാൽ ഹിന്ദു വിരുദ്ധതല്ല, മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഹിന്ദു വിരുദ്ധത. അല്ല, ഹിന്ദു വിരുദ്ധനാണ് അവരെ നയിക്കുന്നത്. ഉറപ്പായിട്ടും ഹിന്ദു വിരുദ്ധതയിൽ നിന്നാണല്ലോ കോൺഗ്രസ് എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ കോൺഗ്രസ്, അതിന് മുൻപുള്ള കോൺഗ്രസ് വേര് പിടിച്ചത് തന്നെ ഈ ഹിന്ദു വിരുദ്ധതയിൽ നിന്നാണ്. അല്ലെങ്കിൽ പിന്നെ വർഗീയവാദികളോ വിഭജനവാദികളോ ചോദിക്കുമ്പോൾ രാജ്യം വിഭജിച്ചു കൊടുക്കാൻ, അതെ തീർച്ചയായിട്ടും അതൊരു വലിയ വിഷയം തന്നെയാണ്. ഇല്ല, അതിന് സമ്മതിക്കില്ല എന്ന ഒരു നിലപാട് കോൺഗ്രസ് എടുത്തില്ല. ഇത് ഈ ദേശീയ ജന്മ ഉപയോഗിച്ച വാക്കതാണ്. നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണ്,
അല്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തു അന്നത്തെ പല നേതാക്കളും. അതെ അതെ ഞങ്ങളല്ല, ഞങ്ങൾ നിങ്ങളുടെ സ്നേഹിതനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച എല്ലാ പ്രീണനങ്ങളും അത് പിന്നെ ബ്രേക്ക് പോയി ഇറക്കത്തിൽ വിട്ടു പോണതുപോലെ പോവുക ചെയ്തു. അതുകൊണ്ട് ഒരിക്കലും ആവേശം അവസാനിച്ചില്ല എന്ന് മാത്രമല്ല, രാജ്യവിഭജനത്തിൽ എത്തുകയും ചെയ്തു. എന്നിട്ട് ചരിത്രം പഠിച്ചോ? ഇല്ല, ഇപ്പോഴും അത് തുടരുകയാണ്. അപ്പോൾ ഏതായാലും അമ്പലങ്ങളുടെ കൊള്ള ഇവിടെ അവസാനിക്കാൻ പോണില്ല, തുടരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആത്യന്തികമായി ഇതിന് മാറ്റം വരണമെങ്കിൽ ഈ ദേവസ്വം ബോർഡ് എന്നുള്ളത് മാറ്റുകയും ഭരണവ്യവസ്ഥ വേറെ കോടതിയോ മറ്റോ ഇടപെട്ട് നിയമവിധേയമായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു സംവിധാനം ഉണ്ടല്ലോ, അതുപോലെ ഒരു ഭരണവ്യവസ്ഥ ഉണ്ടാക്കാം. മോണിറ്റർ ചെയ്യാൻ കോടതി അങ്ങനെ ഉണ്ടല്ലോ, കോടതി തന്നെയാണല്ലോ ചില കാര്യങ്ങളിൽ ഇടപെടുന്നത്. അപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ, നിയമത്തിൻ്റെ മേൽനോട്ടത്തിൽ ഭരണവ്യവസ്ഥ യഥാർത്ഥ വിശ്വാസികളെ വെച്ചുകൊണ്ട് ചെയ്യാം. ഹൈന്ദവ സംഘടനകളെയും പ്രതിനിധികളാക്കാം. രാഷ്ട്രീയ പാർട്ടികൾ കൈകടത്താതിരിക്കുകയും ഭരണകൂടം അമ്പലങ്ങളിൽ കൈവെക്കാതിരിക്കുക എന്നുള്ള ആ സാഹചര്യം വരുന്നിടം വരെ ഈ കൊള്ളരുതായ്മ അവർ ആവർത്തിച്ചു. പക്ഷെ അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ മാപ്പുസാക്ഷിയെ പോലെ നിസ്സഹായരായിട്ട് നിൽക്കാനാണ് ഹൈന്ദവ അതിനൊരു ഒരു മാറ്റം വേണം. അതിനൊരു പരിഹാരം കൂടെ പറയാം, ഒരു വാക്കുകൂടെ പറഞ്ഞാൽ, ഹിന്ദു സമൂഹം രാഷ്ട്രീയ ബോധമുള്ളവരും കൂടിയാകണം. പേരുകൊണ്ട് ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരമ്പലത്തിൽ പോകുന്നുണ്ടാവാം, സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടാവാം, മതപ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ടാവാം, ഭാഗവതം വായിക്കുന്നുണ്ടാവാം, ഞങ്ങൾ ഹിന്ദുക്കളാണെന്നൊക്കെ പറയുന്നുണ്ടാവാം. പക്ഷേ രാഷ്ട്രീയ ബോധമുള്ള ഹിന്ദു, മതത്തെ രാഷ്ട്രീയമാക്കണ്ട, രാഷ്ട്രീയ ബോധം കൂടി. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? അധികാരം ഉള്ളവനാണ് ഈ കൊള്ള ചെയ്യുന്നത്. അധികാരം ഹിന്ദു വിരുദ്ധരായിരിക്കുന്നിടത്തോളം കാലം കൊള്ള ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഹിന്ദു വിരുദ്ധരൊക്കെ അധികാരം കിട്ടാതിരിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ ബോധം. കാരണം ജനാധിപത്യത്തിൽ രാഷ്ട്രീയമാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരം ഹിന്ദുവിന് കിട്ടണം. അത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കണം. ഒന്നുകിൽ രാഷ്ട്രീയ അധികാരം ഹിന്ദു ബോധമുള്ള സമൂഹത്തിന് കിട്ടണം, അല്ലെങ്കിൽ ഹിന്ദു വ്യക്തി എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയ ബോധമുള്ളവരായി ചിന്തിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം, പെരുമാറുകയും ചെയ്യണം. അതൊരു ഇപ്പം നമ്മളിത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ്. കാരണം ഇനി കഷ്ടിച്ച് 100 ദിവസത്തിനൊപ്പം കേരളത്തിൻ്റെ ഭാഗതയം തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പ് വരാണ്. അപ്പോൾ ഹിന്ദു വോട്ട് എങ്ങനെ വിനിയോഗിക്കപ്പെടും എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അല്ല, അതിന് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു വാക്ക് വീണ്ടും എടുത്തു പറയണം. അതായത് ഹിന്ദുക്കൾ രാഷ്ട്രീയമായി ബോധമുള്ളവരായി മാറുന്ന ഹിന്ദുക്കളുണ്ടെങ്കിലേ ഈ പറഞ്ഞ വിനിയോഗം നടക്കുകയുള്ളൂ. വോട്ട് വിനിയോഗിക്കണമെങ്കിൽ ഇത് ഞാൻ കേവലം മതപരമായ വിഷയം കൊണ്ടല്ല, ഈ ക്ഷേത്രത്തിന് ഞാൻ വിശ്വസിക്കുന്ന, അല്ല ഞാൻ കൊണ്ട് നടക്കുന്ന ഈ മതത്തിനും സംസ്കാരത്തിനും ഒക്കെ എതിരായിട്ടുള്ളവരുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ ഇത് വീണ്ടും നശിപ്പിക്കപ്പെടും എന്ന് ബോധ്യമുണ്ടാവും. അതിന് അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എനിക്കൊരു രാഷ്ട്രീയ ബോധം ഉണ്ടാവുകയും ഈ നശീകരണക്കാരുടെ കൈകളിൽ അധികാരം പോകാതിരിക്കുകയും വേണം എന്ന് ചിന്തിച്ച് അവരുടെ വോട്ടധികാരം വിനിയോഗിക്കണം. അത്തരം ഒരു സന്ദർഭമാണ് വരാൻ പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയ ബോധം ഹിന്ദു നാമധാരികൾക്ക്, നാമധാരി ഹിന്ദുവിനെ ഹിന്ദു ബോധമുള്ള ഹിന്ദു ആവുകയും രാഷ്ട്രീയ ബോധമുള്ള ഹിന്ദു ആവുകയും ചെയ്യുകയാണ് പരിഹാരം ഉണ്ടാവും. ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാവും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ചുകൂടി ആളുകൾക്ക് ഈ ബോധം ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം അതിൻ്റെ ഒരു അനുരണനങ്ങളും പ്രതിഫലനങ്ങളും ഒക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. തന്നെയല്ല, ഈ കൊള്ള പച്ചക്ക് കണ്ടോണ്ടിരിക്കുകയല്ലേ. അതെ അതെ അതെ, ഇത് നാട്ടുകാർ മുഴുവൻ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ തെരുവിലിറങ്ങുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നില്ല. ഇല്ല, തെരുവിലിറങ്ങുന്നില്ല എന്നുള്ളതല്ല, ഓരോരുത്തരുടെ വീടുകളിലും ഓരോരുത്തരുടെ ഉള്ളിലും ഈ സമരം നടക്കുന്നുണ്ട്. ഞാനൊരു രാഷ്ട്രീയം ചോദിക്കട്ടെ. ഈ ശബരിമല പ്രക്ഷോഭം നടന്നു, യുവതീ പ്രവേശനത്തിനെതിരെയുള്ള പ്രക്ഷോഭം നടന്നു, വലിയ തോതിൽ ഹിന്ദുക്കൾക്ക് മുറിവേറ്റു, ഹിന്ദുക്കൾ സംഘടിതമായി വോട്ട് ചെയ്തു. പക്ഷേ വോട്ട് കിട്ടിയത് കോൺഗ്രസ്സിനാണ്. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ സ്വാമി മറ്റേ അയ്യപ്പൻ്റെ പാട്ടും പാടിക്കൊണ്ട് കോൺഗ്രസ്സുകാർ സതീശൻ ഉൾപ്പെടെ പാട്ട് പാടി കിടക്കുകയാണ്. രാഷ്ട്രീയമായി അവർക്ക് ഗുണം ചെയ്യുമെന്നാണ് അവർ കരുതുന്നത്. അതുണ്ടാവും. കാരണം അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു, ഒന്ന്, ഇപ്പോൾ അത് മാറി. കുറച്ചു കാലം മുമ്പ് വരെ, അടുത്ത കാലം വരെയും ഉണ്ടായിരുന്ന ഒരു പൊതു ഹിന്ദു മനസ്സ്, മറ്റ് സമൂഹത്തിന് പറയാൻ പറ്റില്ല, പൊതു ഹിന്ദു മനസ്സ് എന്ന് പറഞ്ഞാൽ മതപരമായ ഹിന്ദുവിൻ്റെ ഒരു മനസ്സ് ജയിക്കുന്നവർക്ക് വോട്ട് കൊടുക്കുക. അതെ അതെ. ഇപ്പോൾ അത് മാറി. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് അങ്ങനല്ല. നമ്മളോ അല്ലാതെ ഹിന്ദു ആയിട്ട് ചിന്തിച്ചാൽ പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റും, പൊളിറ്റിക്കൽ ഇത് മാറ്റം വരുത്താൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ ഹിന്ദുവും അങ്ങനെ വിചാരിക്കുകയും കൂടി ചെയ്താൽ ഈ മാറ്റം വരുത്താൻ പറ്റില്ല. രാഷ്ട്രീയമായിട്ട് പച്ചയ്ക്ക് പറഞ്ഞാൽ BJP ഒരു വിന്നബിലിറ്റി തെളിയിച്ചു.
തെളിയിച്ചു. നേരത്തെ ഒരു ബി ജെ പി ജയിക്കത്തില്ല എന്നല്ല, ബി ജെ പിക്കും ജയിക്കാമെന്നൊരു നില വന്നിട്ടുണ്ട്. കാരണം അതിൽ അപ്പോൾ പാർട്ടി നേതൃത്വത്തിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്, നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നല്ല നേതൃത്വം, വലിയ പിന്നെ സ്വാർത്ഥതയോ ഒന്നുമില്ലാത്ത ഒരു രാഷ്ട്രീയ ദേശീയ താല്പര്യം വെച്ച് പ്രവർത്തിക്കുന്നവരാണ് താരതമ്യേന മറ്റ് മാത്രം ഡാറ്റ ലഭ്യമാണ്. 36 മണ്ഡലങ്ങളിൽ 35,000-ന് മുകളിൽ വോട്ടുകൾ നേടുന്ന പാർട്ടിയായിട്ട് ബി ജെ പി മാറി. അല്ല, ക്രമേണ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ, ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി ചെയ്യുന്നത്, ജനങ്ങളോട് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതാണ് വസ്തുത, ഇതാണ് സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനസ്സിലാക്കിയെടുക്കാൻ സമയമെടുക്കും, പക്ഷെ അതിന് ക്രമേണ വേഗത കൂടും. വേഗത കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന പരിവർത്തനം പെട്ടെന്നായിരിക്കും. ഏതാണ്ട് എനിക്ക് തോന്നുന്നു വേരൂന്നുന്ന പ്രശ്നമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഇറക്കത്തിലാണ്, വേഗത കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ട് അത് പ്രതിഫലിക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ശബരിമല മുഴുവൻ സാധാരണ ഭക്തന്മാർക്ക്, ബി ജെ പിയുടെ പക്ഷത്തുള്ളവരല്ല, അല്ലാതെയുള്ള സാമാന്യ ഭക്തന്മാർക്ക് ഇതൊരു ചതിയായി പോയി എന്നുള്ള ഒരു മാനസിക വികാരം, ഒരു സങ്കടം, പ്രതിഷേധമൊക്കെ ഉണ്ട്. അവരുടെ ഉള്ളിൽ ഒരു വലിയ പ്രതിഷേധം കത്തിജ്വലിക്കുന്നുണ്ട്, ആളി നിൽക്കുന്നുണ്ട്. അത് അവർ വിനിയോഗിക്കും ഇലക്ഷൻ എന്നുള്ള. എനിക്ക് തോന്നുന്നു നമുക്ക് ഹിന്ദുവിനെ രക്ഷിക്കാൻ ഹിന്ദു മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ തോന്നും. അതപ്പോൾ വേറെ ആരും ഉണ്ടാവില്ല. അത്ര ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, നമുക്ക് പോകാൻ ഇന്ത്യ അല്ലാതെ, ഭാരതമല്ലാതെ ഒരു രാജ്യവും ഇല്ല. ഇപ്പോൾ ഈ അത് പണ്ടേയുള്ള 5000 കൊല്ലം മുമ്പ് ഭഗവാൻ കൃഷ്ണനും അത് തന്നെ പറഞ്ഞു, ഉദ്ധരേതാത്മനാത്മാന, അവനവനെ ഉദ്ധരിക്കണം, വേറെ ആരാണ്ട് വന്ന് നിങ്ങളെ പൊക്കി പിടിക്കും എന്ന് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ സംഗതി. നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് വേണം. ഇന്ത്യ ലൈവിനെ ഇതൊക്കെ പറയാൻ ഇനിയും കഴിയണമല്ലോ. അതുകൊണ്ട് നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തുക, നമ്മുടെ പ്രൊഫൈൽ തെളിഞ്ഞു വരുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക, ഒപ്പം ബെല്ലൈക്കണം അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയാത്ത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം.